ഇരുമ്പ് തവ, ഇരുമ്പ് ദോശക്കല്ലൊക്കെ നമ്മൾ ദോശ ചുടുമ്പോഴത്തേനും അതിനകത്ത് പിടിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി ദിവസമൊക്കെ നമ്മൾ ദോശ ചുടാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ മാറ്റിയിടുകയാണെങ്കിൽ നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുക. ചട്ടി ചൂടായതിന് ശേഷം അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം ചൂടാക്കാൻ. എന്നിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് അത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് അതിനകത്ത് ആ ഇരുമ്പെല്ലാം ഇളകി കിട്ടും ഉണ്ടോ. അപ്പോൾ ഇതേപോലെ ആ വെള്ളം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇതേപോലെ ഒന്ന് ആക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ഇരുമ്പിൻ്റെ ആ കറയും ഇരുമ്പും എല്ലാം ആ തുരുമ്പിച്ചതെല്ലാം പോയിട്ട് കല്ല് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം കഴുകി ക്ലീനാക്കി എടുക്കുക. ഇനി നമുക്ക് കല്ല് കഴുകിയെടുക്കാം. പ്രത്യേകിച്ച് ഇതിനകത്തൊക്കെ ദോശ ചുടുമ്പോഴത്തേന് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചുടുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പൊടിയും തീയിൽ ഒന്ന് കാണിച്ചിട്ട് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ഒരു സ്മെല്ലും എല്ലാം പോയി കിട്ടും. ദോശക്കല്ലിൽ ഇരുമ്പിൻ്റെ ആ ഒരു ഇതെല്ലാം പോയിട്ട് കറയെല്ലാം പോയിട്ട് നല്ല ഫ്രഷായിട്ട് ദോശക്കല്ല് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് ഒഴിച്ചതിന് ശേഷം സവാളയുടെ ഒരു കഷ്ണം അരിഞ്ഞിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇരുമ്പ് ചട്ടിക്കകത്ത് നമ്മൾ ദോശ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇതേപോലെ ഒരു കഷ്ണം സവാള ഫോർക്കിനകത്ത് കുത്തിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചട്ടി നല്ല രീതിയിൽ ക്ലീനായിട്ട് ആ തുരുമ്പിൻ്റെ കറയും അംശം എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ദോശ കല്ല് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ല രീതിയിൽ ഇളകി വരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഗോതമ്പ് ദോശയോ എന്ത് വേണേലും നമുക്ക് ധൈര്യമായിട്ട് ചുട്ടെടുക്കാൻ നല്ല രീതിയിൽ ഇളകി വരും. അപ്പോൾ ഞാൻ ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ അതിൽ നിന്ന് ഇളക്കിയെടുക്കാം. നല്ല പൂ പോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇളകി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ കണ്ടോ, ദോശ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മസാല ദോശ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി. രണ്ടാമത് ഇതേപോലെ നമുക്ക് സവാളയിൽ എണ്ണ ഒന്ന് തൊട്ടിട്ട് തേക്കുകയോ അതല്ലെങ്കിൽ സവാള തേക്കുകയോ ചെയ്താൽ മതി. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താൽ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ദോശ നല്ല രീതിയിൽ ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇരുമ്പ് ദോശ തവയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും.